ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനിൽ അക്മലാനി അലാ ഖൈരി ഖൽഖില്ലാഹി അജ്മഈൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പഠിക്കുവാനും പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇന്ന് പഠിക്കാൻ ആരംഭിക്കുന്നത് ഈ ഗ്രന്ഥം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച മുഖവുരയായിരുന്നു നമ്മൾ പഠിക്കേണ്ടായത്. قال المصنف أبو جعفر الطحاوي رحمة الله عليه: هذا ذكر بيان عقيدة أهل السنة والجماعة على مذهب فقهاء الملة أبي حنيفة النعمان بن ثابت الكوفي وأبي يوسف يعقوب بن إبراهيم الأنصاري وأبي عبد الله محمد بن الحسن الشيباني رضوان الله عليهم جميعا وما يعتقدون من أصول الدين ويدينون به رب العالمين. ഇത് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിൻ്റെ മുഖവുരയായി പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാദാ ദിക്റു ബയാനി അഖീദത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയാണ് ഈ പറയാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ അഖീദത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം ഇദ്ദേഹം പറയുന്നത്, മഹാനവറുകൾ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ആരാണ്? സുന്നത്ത് എന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതല്ലാത്തതും ഉണ്ട്. ഇവിടെ നമ്മൾ ആ കാര്യം മാത്രം പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ശരീഅത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന മുഴുവൻ പേരിനുമാണ് ഇവിടെ സുന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമായ സംഗതി, അതിന് സുന്നത്ത് എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഖുർആനും സുന്നത്തും എന്ന് പറയാറുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ്, ആ അർത്ഥത്തിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീന്, വിശ്വാസ കാര്യങ്ങളുണ്ട്, അമലിയാത്തുകളുണ്ട്, അഖ്ലാഖുകളുണ്ട്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അതാണ് അസുന്ന എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഹ്ലു സുന്ന എന്ന് പറഞ്ഞാലോ അതിൻ്റെ ആൾക്കാർ, ഇസ്ലാം ദീനിൻ്റെ ആളുകൾ എന്നാണ്. അപ്പോൾ അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വൽ ജമാഅത്ത്, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംഘം, സംഘടന എന്നൊക്കെ നമ്മൾ അതിന് അർത്ഥം പറയാറുണ്ട് അല്ലേ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ തന്നെ പല അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേതൃത്വത്തെ അനുസരിക്കുക, ഭരണാധികാരി അനുസരിക്കുക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ ഇസ്ലാമിക നേതൃത്വം, ഇസ്ലാമിക ഭരണാധികാരിയുടെ കൽപ്പന അനുസരിക്കുക, ആ കൽപ്പനയുടെയും പിന്നെ നിയമങ്ങളുടെയും കൂടെ നിൽക്കുക, അതിന് ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക എന്നാണ് പറയുക. എന്നാൽ അത് മാത്രമല്ല ജമാഅത്ത്. ഭരണാധികാരി അനുസരിക്കണം, അത് ജമാഅത്ത് പെട്ടതാണ്. ഇസ്ലാമിക വിഷയങ്ങളിൽ ഉലമാക്കൾ അനുസരിക്കണം. അപ്പോൾ അഹ്ലുൽ ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജമാഅത്തിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ അനുസരിക്കുക എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതേത് വിഷയത്തിലാണ്? ഇൽമിയായ ദീനിപരമായ വിഷയങ്ങളിൽ. അതേപോലെ നിങ്ങൾ ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ, മുസ്ലിം ഉമ്മത്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ്. അതായത് മുസ്ലിം പൊതുജനങ്ങൾ എപ്പോഴാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അന്നാണ് നമ്മളുടെ പെരുന്നാൾ. അപ്പോൾ ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം ഉമ്മത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള അർത്ഥങ്ങളിലൊക്കെ പ്രയോഗിക്കാറുണ്ട്. ഇവിടെ ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മത്ത് പിളർപ്പുണ്ടാവുകയും പലതരത്തിലുള്ള കക്ഷികളായി മാറാനും ആരംഭിച്ചു. അങ്ങനെയുള്ള കക്ഷികളിൽ മാ അന അലൈഹി അൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബുമാരും എൻ്റെ അനുയായികളും ഇന്ന് ഏതൊരു പാതയിലാണോ ഉള്ളത് അതിൽ നിലയുറപ്പിക്കുന്ന ആളുകൾ അവരാണ് ആര്?
യഥാർത്ഥത്തിലുള്ള ഹക്കിലുള്ളത് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും റസൂലിനെയും സഹാബിമാരെയും അനുധാവനം ചെയ്തുകൊണ്ട് പിന്നീട് ജീവിച്ച താബീങ്ങൾ, പിന്നീട് അവരെ തുടർന്ന് വന്ന ആളുകൾ, അവരേതൊരു നിലപാടിലായിരുന്നോ ഉണ്ടായിരുന്നത്? പിളർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും കക്ഷിത്വവും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖീദയിൽ നിലയുറപ്പിച്ചവർ, സഹാബിമാരുടെ അഖീദയിൽ നിലയുറപ്പിച്ചവർ, അതൊക്കെ ഒന്ന് തന്നെയാണല്ലോ. അതിനെ തുടർന്ന് വന്ന് വല്ലദീന തബഅഹും ബിഇഹ്സാൻ, ഖിയാമത്ത് നാൾ വരെ ആരാണോ ദീനിൽ ഉറച്ചു നിൽക്കുന്നത് അവരുടെ പേരാണ് ജമാഅത്ത്. അപ്പോൾ അത് പിൽക്കാലത്ത് തിരിച്ചറിയാൻ പറ്റും നമുക്ക്. ഓരോ കക്ഷികളും ഇമാം ലാലക്കായി അദ്ദേഹത്തിൻ്റെ ശറഹ് സുന്നയിൽ പറഞ്ഞതുപോലെ കുല്ലുമൻ എഴുത്തക്കഥ മദ്ഹബൻ ഫൈല സാഹിബി മക്കാലത്തിഹി എൻതസിബ്, ഏതൊരു കക്ഷിയും ഇസ്ലാമിൽ ഉടലെടുത്താൽ അതുണ്ടാക്കിയ ആളുടെ അഭിപ്രായത്തിലേക്കായിരിക്കും അവരൊക്കെ ചേർത്ത് പറയുക. അതിൻ്റെ പേരിലായിരിക്കും അവർ അറിയപ്പെടുക, അതുണ്ടാക്കിയ ആളുടെ പേരിൽ, അതുണ്ടാക്കിയ ആളുകളുടെ ചിന്താഗതിയിലേക്ക്. ഇല്ല അസ്ഹാബുൽ ഹദീസ്, അസ്ഹാബുൽ ഹദീസ് ഒഴികെ അവർ ചേർക്കപ്പെടുന്നത് അത് പറഞ്ഞ ആളിലേക്കാണ്. ആരാ ഹദീസ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ആരാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നവരിലേക്ക് മാത്രം നമ്മൾ ചേർക്കപ്പെടുക, അതിലേക്ക് മാത്രം നമ്മൾ ചേർത്ത് പറയുക, അവരുടെ വിശ്വാസം നമ്മൾ സ്വീകരിക്കുക. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പേര് വെക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്താൽ പേരുകൊണ്ട് കാര്യമൊന്നുമില്ല, പ്രവൃത്തി കൊണ്ടാണ് പിന്നെ അവർ തിരിച്ചറിയപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥ ഇസ്ലാം ദീനിൻ്റെ അഖീദയാണ് ഈ പറയുന്നത് എന്നാണ് ഇമാം അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അലാ മദ്ഹബി ഫുഖഹാഇൽ മില്ല, ആ അഖീദ ഞാൻ വിവരിക്കാൻ പോകുന്നത് ഈ ഉമ്മത്തിലെ ഫുഖഹാക്കളായിരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ചാണ്. ആരാണത്? അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ഈ ഗ്രന്ഥം രചിച്ച ഇമാം അബൂ ജഅഫർ തഹാവി ഹനഫി മദ്ഹബുകാരനായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന രൂപത്തിൽ പക്ഷപാതിത്വമുള്ള മദ്ഹബുകളായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഓരോ പണ്ഡിതന്മാരും ഫിഖ്ഹിയായ വിഷയത്തിൽ അവർക്കിടയിൽ കാഴ്ചപ്പാടുകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിൽ ഇമാം അബൂ ഹനീഫയുടെ പക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ ആ അഭിപ്രായത്തോടായിരുന്നു ഇമാം അബൂ ജഅഫറിന് കൂടുതൽ യോജിപ്പുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു. അബൂ ജഅഫർ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ സലാമ അൽ വറാഖ് തഹാവി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഹിജ്റ 239 ജനിക്കുകയും ഹിജ്റ 321 ഈജിപ്തിൽ വെച്ച് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ഉപ്പ, അതായത് വല്യുപ്പ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരൻ ഖാല് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രമുഖ ശിഷ്യനായ ഇമാം ഷാഫിയുടെ ഇൽമ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന ഇസ്മായിൽ ഇബ്നു യഹ്യ അൽ മുസനി എന്ന് പറയുന്ന മുഖ്തസറുൽ മുസനി എന്ന ഗ്രന്ഥം രചിച്ച മഹാനായ പണ്ഡിതനാണ്. ആര്? ഇമാം അബൂ ജഅഫറിൻ്റെ ഇമാം തഹാവിയുടെ അമ്മാവൻ. നമ്മൾ അമ്മാവൻ എന്നാണല്ലോ പറയാറുള്ളത്, ഉമ്മയുടെ സഹോദരൻ. അവരിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി ദീന് പഠിച്ചത്. അങ്ങനെ ഷാഫി മദ്ഹബുകാരനായ വളർന്നത്. പിന്നീട് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം അതിലേക്ക് മാറി. അപ്പോൾ അന്നൊക്കെയുള്ള മദ്ഹബ് എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലേ ഉള്ളൂ, വലിയ പക്ഷപാതിത്വം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഉള്ള കടംപിടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞത്. ഇമാം അബൂ ഹനീഫക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇമാമുമാർക്കോ പ്രത്യേക ഒരു മദ്ഹബൊന്നുമില്ല. അവർക്ക് എല്ലാവർക്കും ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് തന്നെയാണ്. അഖീദയുടെ വിഷയമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അവരൊക്കെ ഉണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതേ അഖീദയിലും വിശ്വാസത്തിലുമായിരുന്നു. അവർക്കിടയിൽ അല്ലറ ചില്ലറ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഫിഖ് പരമായ വിഷയത്തിൽ, ഫിഖിൽ കർമ്മപരമായ വിഷയത്തിൽ അവർക്ക് ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. അതിന് കാരണം എന്തായിരുന്നു? അവരുടെ അവർക്കിടയിലുള്ള ആ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്തിഹാദിൻ്റെ വിഷയത്തിലുണ്ടായിരുന്ന ഏറ്റക്കുറച്ചിൽ കാരണം. അതേപോലെ ഹദീസുകളുടെ ലഭ്യതയിൽ വന്ന ഏറ്റക്കുറച്ചിലുകൾ. ആ രൂപത്തിൽ അഖീദയുടെ വിഷയത്തിലും അവിടെ പിന്നെ ഇജ്തിഹാദിന് പരിധില്ല. ചില ഹദീസുകൾ ലഭിക്കുന്നതിൽ മനസ്സിലാക്കുന്നതിലൊക്കെ അവർക്കുണ്ടായ കാഴ്ചപ്പാടിലെ വ്യത്യാസം കാരണം അഖീദയിലും ചെറിയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉസൂലിയായ വിഷയങ്ങളിലല്ല, ഈമാൻ കാര്യങ്ങളിൽ, അടിത്തറയിലുള്ള വിശ്വാസപരമായ ഉസൂലിയായ കാര്യങ്ങളിലല്ല, മറിച്ച് പിന്നെ അതിൻ്റെ അപ്രധാനപ്പെട്ട മേഖലകളിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്നത് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം അനുസരിച്ചാണ് ഞാനിത് ക്രോഡീകരിക്കുന്നത് എന്നാണ്. അപ്പോൾ അബൂ ഹനീഫ ഇമാമിന് പ്രത്യേകം ഒരു അഭിപ്രായമല്ല, മറിച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സഹാബിമാരുടെ വിശ്വാസം തന്നെയാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇമാം അബൂ ഹനീഫയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അബൂ യൂസുഫിൻ്റെയും അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിയുടെയും മദ്ഹബ് അനുസരിച്ച് എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണമായി ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളത്, ഇമാം അബൂ ഹനീഫയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെ സംബന്ധിച്ചും അവർ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് നിരക്കാത്ത പല ആദർശങ്ങളും വെച്ചു പുലർത്തുന്നവരായിരുന്നു. ഈമാനിനെ സംബന്ധിച്ചും ഇർജായിനെ സംബന്ധിച്ചുമൊക്കെ അവർക്ക് പ്രത്യേകം അഭിപ്രായങ്ങളുണ്ട് എന്ന രൂപത്തിൽ പല പ്രചാരണങ്ങളും അദ്ദേഹത്തിൻ്റെ കാലശേഷം നടക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുള്ള മറുപടി ആയിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് പ്രത്യേകം വിശ്വാസമോ അഖീദയോ ഉണ്ടായിരുന്നില്ല, ഇസ്ലാം ദീനിൻ്റെ വിശ്വാസം തന്നെയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്ന് അഖീദയെ സംബന്ധിച്ച് ഇമാം അബൂ ജഅഫർ തഹാവി പറയുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. 4 മദ്ഹബിൻ്റെ ഇമാമുമാരും അങ്ങനെ തന്നെയാണ്. ഇമാം അബൂ ഹനീഫയാണല്ലോ ഒന്നാമത്തെ ഇമാം. പിന്നീട് ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, അദ്ദേഹം മദീനയിൽ ജീവിച്ചതാണ്. ഇമാം അബൂ ഹനീഫ ഇറാഖിലായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മക്കയിലാണ് ജനിച്ചത്, മക്കക്കാരനാണ്. പിന്നെ കുറേ കാലം ഇറാഖിലും ഈജിപ്തിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി, നമ്മളുടെ കേരളക്കാർ അദ്ദേഹത്തിൻ്റെ മദ്ഹബിലാണ് പിന്നെ ചേർക്കപ്പെടാറുള്ളത്. അവസാനത്തെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഷ്-ഷൈബാനി. അദ്ദേഹം ഇറാഖുകാരനാണ്. ലോകത്തിൻ്റെ മിക്ക, അതായത് ഇസ്ലാമിക ലോകത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയും അവിടെയുള്ള ഉലമാക്കളോടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഹദീസ് പഠിക്കുകയും ചെയ്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമ് എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. പക്ഷേ അവരൊക്കെ ഫിഖിഹിയായ വിഷയത്തിൽ ഇമാമുമാരായിട്ടാണ് ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളും ഗണിച്ചു വരുന്നത്. അപ്പോൾ അഖീദയോ അത് അവരുടേതല്ല നമ്മൾ എടുക്കേണ്ടത്. അത് വേറെ ചില മദ്ഹബുണ്ട്. അതേതാ? ഒന്ന് അശ്അരി മദ്ഹബ്, 2 മാതുരീദി മദ്ഹബ്. ഇസ്ലാമിക ലോകത്തിലെ 80% മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ഈ 2 മദ്ഹബുകളാണ്. അവർക്കത് അറിയോ ഇല്ലേ എന്നൊക്കെയുള്ള വേറെ കാര്യം, അവർ വാദിക്കുന്നത് അങ്ങനെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ അവിടെയുള്ള മഹാഭൂരിഭാഗം ആളുകൾ പറയുന്നത് ഞങ്ങൾ കർമ്മപരമായി ഇമാം ഷാഫിയുടെ മദ്ഹബിലും വിശ്വാസപരമായി അശ്അരി ഇമാമിൻ്റെ മദ്ഹബിലുമാണ് എന്നാണ്. അപ്പോൾ അത് പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താ അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? അതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു പോരുകയാണ്. സത്യത്തിൽ ആൾക്ക് വലിയ വ്യത്യാസങ്ങളുണ്ട്, അത് വലിയ ദലാലത്തുമാണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അബുൽ ഹസൻ അൽ അശ്അരി ഇമാമിൻ്റെ 100 വർഷം മുമ്പ് മരിച്ച വ്യക്തിയാണ്. ഹിജ്റ 204 ഇമാം ഷാഫി മരണപ്പെടുന്നത്. ഹിജ്റ 332 ആണ് അബുൽ ഹസൻ അൽ അശ്അരി മരിക്കുന്നത്. അപ്പോൾ എത്ര വർഷമായി? 130 വർഷം. അത്ര കഴിഞ്ഞിട്ടാണ് അവർ തമ്മിലുള്ള ഡിഫറൻസാണത്, മരണത്തിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 1 നൂറ്റാണ്ടിന് ശേഷം വന്ന ഇമാമിൻ്റെ മദ്ഹബിലാണ് വിശ്വാസപരമായിട്ട് നമ്മളുള്ളത് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത്. അതെന്തിനാ അങ്ങനെ മാറ്റം? അവർ പറയുന്നത് അഖീദയൊക്കെ പഠിച്ചത് പിൽക്കാലത്താണ്. ഇമാം ഷാഫി ആവട്ടെ, മാലിക് ആവട്ടെ, അഹ്മദ് ബിൻ ഹംബൽ ആവട്ടെ, അബൂ ഹനീഫ ആവട്ടെ, അവരുടെ കാലത്തൊന്നും അഖീദ ഇല്ലാത്ത രൂപത്തിലാണ് ഇവർ പറയാറുള്ളത്. അപ്പോൾ അതാണ് അശ്അരി മദ്ഹബ് എന്ന് പറയുന്നത്. വേറൊന്നുണ്ട് മാതുരീദികൾ, അവരാണ് ലോകത്തെ ഭൂരിഭാഗം മുസ്ലിമീങ്ങൾ മാതുരീദികളാണ്. ഹനഫി മദ്ഹബുകാരാണ് കാര്യമായിട്ട് അത് കൊണ്ടുനടക്കാറുള്ളത്. അപ്പോൾ കർമ്മപരമായി 4 മദ്ഹബ്, വിശ്വാസപരമായി 2 മദ്ഹബ്, അശ്അരിയോ മാതുരീദിയോ ആയിരിക്കണം. അവനാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിൽപ്പെട്ട സുന്നി എന്നാണ് നമ്മളിലെ പല ആളുകളും വിശ്വസിച്ചിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, കർമ്മപരമായി ഇമാം ഷാഫിയുടെ മദ്ഹബ് വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വാസപരമായി എന്തുകൊണ്ട് ഇമാം ഷാഫിയുടെ മദ്ഹബ് സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്കുള്ള മറുപടി, ഇമാം ഷാഫിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസപരമായി മദ്ഹബില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഇമാം ഷാഫി ഏത് വിശ്വാസത്തിലാണ് ഉണ്ടായിരുന്നത്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അഖീദയാണ്, തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അഖീദയും അടിത്തറയാണ്. ഇസ്ലാം ദീനിൻ്റെ അടിത്തറ മർത്തബകൾ 3 ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. അതിലാദ്യം വേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, ആഖിറത്തിലും ഖളാ ഖദറിലുള്ള വിശ്വാസം. ഈ അടിത്തറയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അഖീദയിൽ എന്തായിരുന്നു വിശ്വാസം എന്ന് ചോദിച്ചാൽ അവർക്കതിന് മറുപടി പറയാനുണ്ടാവില്ല. അതാണ് അവരുടെ വഴികേട് എന്ന് പറയുന്നത്. അപ്പോൾ ഇമാം ഷാഫിക്ക് അഖീദ ഉണ്ടായിരുന്നു. ആ അഖീദ അശ്അരി ഇമാം പറയുന്നതല്ല, അത് വേറെയാണ്. അശ്അരി ഇമാം പറഞ്ഞ അഖീദ ശരിയല്ല. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പറഞ്ഞത് തിരക്കേടില്ലാത്ത വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് മുഅ്തസിലികളുടെ കൂടെയായിരുന്നു ജീവിതം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളും മറ്റുമാണ് ഇപ്പോഴും നമ്മളുടെ ആളുകൾ അശ്അരി ഇമാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് വരുന്നത്. ഇമാം മാതുരീദി അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നു
മഹാന്മാരായ ഫുഖഹാക്കളായ ഇസ്ലാമിക ഉമ്മത്തിലെ നേതാക്കന്മാരായ ഈ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന വിശ്വാസം, അതാണ് ഇവിടെ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അശ്അരി ഇമാമിൻ്റെയോ മാതുരീദി ഇമാമിൻ്റെയോ അനുയായികളായി ഇന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസമല്ല എന്നതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പോൾ അവർക്ക് അഖീദ ഉണ്ടായിരുന്നു, അവർ വിശ്വസിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയാറുള്ളത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയാറുള്ള വാദം അതൊന്നും ക്രോഡീകരിക്കപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പിൽക്കാലത്താണ് അതിലൊക്കെ വിവാദം ഉണ്ടായത്. അപ്പോഴാണ് അശ്അരി ഇമാം ഗ്രന്ഥം രചിച്ചത്. അതല്ലെങ്കിൽ ഇമാം ഷാഫിയുടെയും ഇമാം ഹനഫിയുടെയും മാലിക്കിൻ്റെയും അഹമ്മദ് ബിൻ ഹംബലിൻ്റെയൊക്കെ വിശ്വാസം അശ്അരി ഇമാമിൻ്റെ വിശ്വാസം തന്നെയാണ്. അവർ ഗ്രന്ഥം രചിക്കാത്തതുകൊണ്ടാണ് കിട്ടാതെ പോയത്. യഥാർത്ഥത്തിൽ അവർ ഗ്രന്ഥം രചിക്കുകയും അല്ലെങ്കിൽ അവരുടെ അനുയായികൾ ഗ്രന്ഥം രചിക്കുകയും അത് നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള തെളിവാണ് ഈ അഖീദത്തു തഹാവിയ. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കിതാബുകൾ കാണുമ്പോൾ അഹ്ലുൽ ബിദഅന്റെ ആൾക്കാർ പറയാറുള്ളത് അത് ആ ഇമാമിൻ്റെ പേരിൽ കളവ് കെട്ടി പറഞ്ഞതാണ്, അങ്ങനെ ഗ്രന്ഥം അദ്ദേഹത്തിനില്ല, അത് എവിടെയോ അച്ചടിച്ച് കളവ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുന്നതാണ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ കിതാബ് വളരെ വ്യക്തമായി തന്നെ സ്ഥിരപ്പെട്ട കാരണത്താൽ അത് നിഷേധിക്കാറില്ല. പിന്നെന്താ ചെയ്യാറുള്ളത്? ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളതുപോലെ തന്നെ അതങ്ങോട്ട് വ്യാഖ്യാനിച്ച് നമുക്ക് പറ്റിയ കോലത്തിലാക്കുക. അതുകൊണ്ട് തന്നെ ഇമാം തഹാവിയുടെ അഖീദ അശ്അരികളും അംഗീകരിക്കും, മാതുരീദികളും അംഗീകരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം അവർ വ്യത്യാസത്തിലാണ് പറയാമെന്ന് മാത്രം. നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്ന രൂപത്തിലല്ല. വാക്കർത്തൊക്കെ അറബിക്കൊന്നും തന്നെയാണല്ലോ. പക്ഷേ അത് വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യും? ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് പോലെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്നായി വ്യാഖ്യാനിച്ചു വന്നപ്പോൾ ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കാറാണ്. അപ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ഇമാം തഹാവിയുടെ അഖീദ. ഒരു അശ്അരി പണ്ഡിതൻ മലയാളത്തിൽ അഖീദത്ത് തഹാവിയെ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇമാം തഹാവി ഇതിൽ പറയുന്നുണ്ട് അള്ളാഹുവിന് കലാമുണ്ട്, അള്ളാഹു സംസാരിക്കും. അപ്പോൾ പരിഭാഷപ്പെടുത്തി വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് അള്ളാഹു സംസാരിക്കും ഹർഫില്ലാതെ, അള്ളാഹു സംസാരിക്കും ശബ്ദമില്ലാതെ. പിന്നെന്ത് സംസാരം? ശബ്ദമില്ല, അക്ഷരങ്ങളുമില്ല, പിന്നെന്താ സംസാരം എന്ന് പറഞ്ഞാൽ? അത് സ്വപ്നം കാണേണ്ടി വരും. അപ്പോൾ ഫലത്തിൽ അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് അംഗീകരിക്കണമല്ലോ. അപ്പോൾ അതിന് പറ്റിയ കോലത്തിലൊരു വ്യാഖ്യാനം ചമച്ചുണ്ടാക്കുക. ഇങ്ങനെയാണ് കിതാബ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മാതുരീദികളും ചെയ്യാറുള്ളത്. ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം വളരെ വിശദമായി ഷറഹുൽ അഖീദത്തു തഹാവിയ എന്ന പേരിൽ ഇമാം ഇബ്നു അബിൽ ഇസ്ൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 792 നിര്യാതനായ മഹാപണ്ഡിതനാണ്. അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഇമാം അബൂ ഹനീഫയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. അതാണ് ഏറ്റവും ആധികാരികമായി പണ്ഡിതന്മാർ അതിനെയാണ് അവലംബിക്കാറുള്ളത്. അതിൻ്റെ ഷറഹൊക്കെ ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഞാനിത് വിശദീകരിച്ച് പറയുന്നത് നമ്മൾ മുഖവുരയായി കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മഹാന്മാരായ ഫുഖഹാക്കൾക്ക് അയിമ്മത്തുകൾക്ക് അഖീദ വളരെ വ്യക്തമായി തന്നെ അറിയുകയും അതവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കിതാബാണ് അബൂ ജഅഫർ തഹാവിയുടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കിതാബ്. ഇമാം അബൂ ഹനീഫയുടെ മറ്റൊരു ശിഷ്യനാണ് അബൂ യൂസുഫ് യാക്കൂബ് ബിൻ ഇബ്രാഹിം അൽ അൻസാരി എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ അഖീദയാണ് പറയുന്നത്. അദ്ദേഹത്തിനും പ്രത്യേക ഗ്രന്ഥമില്ലെങ്കിലും ഈ അഖീദത്ത് തഹാവിയുടെ പകുതി ഭാഗം വരുന്ന അത്ര വലിയ ഉദ്ധരണികൾ അദ്ദേഹത്തിൽ നിന്ന് ഇമാം ഇബ്നു മന്ദ അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അഖീദ അദ്ദേഹം പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇമാം മാലിക്കിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് വളരെ പ്രസിദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ വാക്കാണ് ഹുക്മി ഫി അഹ്ലിൽ കലാം. തർക്കശാസ്ത്രവും ജദലൊക്കെ പഠിച്ചു നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം അവരെ പിടിച്ചിട്ട് പൊതിരെ തല്ലുക. ഇത് ഇസ്ലാമിക ഭരണാധികാരിയോടുള്ള കൽപ്പനയാണ്. എന്നിട്ട് ചെരുപ്പുമാലയും ഈന്തപ്പന മട്ടലും കൊണ്ടൊക്കെ മാല ഉണ്ടാക്കിയിട്ട് കഴുത്തിൽ അണിയിച്ചിട്ട് ഇസ്ലാമിക നാടുകളിൽ അങ്ങാടിയിലൂടെ നടത്തിക്കുക. എന്നിട്ട് പറയുക ഇതാണ് ഖുർആനും ഹദീസും ഉപേക്ഷിച്ച് തർക്കശാസ്ത്രത്തിൻ്റെ കൂടെ കൂടി ആളുകൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശനം ചെയ്യിപ്പിക്കണം എന്നാണ്. ആര് പറഞ്ഞത്? ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതായത് നമ്മളുടെ ഇമാമായിട്ടാണ് പറയുന്ന അദ്ദേഹത്തിന് ഇമാമിൻ്റെ അഭിപ്രായം ഇതാണ്. എന്നിട്ട് പഠിക്കണതോ ഇങ്ങനെയുള്ള തർക്കശാസ്ത്രവും. ഇമാം ഷാഫിയുടെ മദ്ഹബുകാരി എന്ന് പറയുന്ന ആളുകൾ ഇന്ന് പള്ളി ദർസുകളിലും കോളേജുകളിലും കാര്യമായി പഠിക്കുന്നത് ഫിഖ് ഗ്രന്ഥങ്ങളല്ല, അഖ്ലാഖിനെ സംബന്ധിച്ചല്ല, ഹദീസുകളെ സംബന്ധിച്ചല്ല. അതൊക്കെ പേരിന് പഠിക്കുന്നുണ്ടെങ്കിലും കാര്യമായി പഠിക്കുന്നത് തർക്കശാസ്ത്രമാണ്, ജദല്, മന്തിക്ക് കാര്യങ്ങളാണ്. അതിൽ പറയുന്നുണ്ട് വായിക്കാൻ പാടില്ലാത്ത കിതാബാണ്, അത് ചുട്ടുകരിക്കണം എന്നൊക്കെ ആ കിതാബ് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ആരംഭം തന്നെ പറയുന്നത് വബനു സ്വലാഹി വന്നവാവി ഹറമ, ഈ കിതാബ് വായിക്കാൻ പാടില്ല എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്.
ഇമാം ഇബ്നു സലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ വലിയ ഇമാമുമാരാ, ഇത് വായിച്ചു നോക്കരുത്. വഖാല ഖൗമുൻ യംബഗി അൻ യുലമ, ഇത് വായിച്ചാലും തിരക്കടൊന്നുമില്ല എന്ന് വേറെ കുറെ കൗമ് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ നിർത്തല്ല, പിന്നെ ഇതാണ് പള്ളിദർസിൽ ഓതി പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ദലാലത്തിലാണ് നമ്മളിൽപ്പെട്ട ചില ആളുകൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ശരിയായ അഖീദയും പണ്ഡിതന്മാരുടെ മദ്ഹബും മനഹജും മനസ്സിലാക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് അനുഗ്രഹം ലഭിക്കാത്തതുകൊണ്ട്. പഠിച്ചു, പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാത്തതിനാൽ അത് അവർക്ക് ലഭിക്കാതെ പോയി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അറിയപ്പെടാറുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമ് എന്നാണ്. അദ്ദേഹം ഒന്നിലധികം തവണ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? ശരിയായ അഖീദ പറഞ്ഞതിൻ്റെ പേരിൽ. അഖീദയുടെ ഭാഗമായ അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും അംഗീകരിക്കുകയും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന് പറയുകയും ചെയ്ത കാരണത്താൽ അഹ്മദ് ബിൻ ഹംബൽ ഇമാമിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് ചെങ്ങലയിൽ വലിച്ചു കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട് മറ്റു ഇമാമുമാരുടെ കൂടെ. വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ട്, പൊതിരെ തല്ലിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. പിന്നീട് രാജാവ് മാറി, ഭരണാധികാരി മാറി. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ മുസ്ലിം ലോകം അംഗീകരിച്ചു, അതായത് രാജാവ് അംഗീകരിച്ചു. അതോടുകൂടി പിന്നെ ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിന് പ്രശസ്തി വന്നു. അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹും അദ്ദേഹത്തിൻ്റെ അഖീദയും ലോകം അംഗീകരിച്ച കാരണത്താലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമ് എന്ന് അദ്ദേഹത്തിന് വിളിപ്പേര് വന്നത്. മറ്റുള്ള പണ്ഡിതന്മാർക്കൊന്നും അങ്ങനെ ആ സ്ഥാനപ്പേര് വന്നിട്ടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാം എന്ന പേര് വിളിച്ചത് 4 മദ്ഹബിൻ്റെ ഇമാമുമാരുടെ കൂട്ടത്തിൽ വിളിക്കപ്പെട്ടത് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്? അഖീദ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്, കിതാബു സുന്ന എന്ന് പറയുന്ന അഖീദ ഗ്രന്ഥം തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലുണ്ട്. അതേപോലെ തന്നെ ഇമാം അബു ഹനീഫക്കുണ്ട്. കഴിഞ്ഞ മുഖവരയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഫിഖ്ഹുൽ അക്ബർ എന്നാണ് അതിൻ്റെ പേര്. ഇമാം അബു ഹനീഫയുടെ അഖീദ ഗ്രന്ഥമാണ്. അപ്പോൾ അവർക്കൊക്കെ അഖീദ ഉണ്ടായിരുന്നു. ആ അഖീദ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതാണ് ഈ സംസാരത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അത് മറച്ചു വെച്ചുകൊണ്ട് അവർക്കൊന്നും അഖീദ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളോ ദർസുകളോ ചർച്ചകളോ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് വിദേഹത്തിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഇമാം അബുൽ ഹസൻ അൽ അശ്അരിയും കൂട്ടരുമാണ് അഖീദ രചിച്ചത്. അതുകൊണ്ട് ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹനഫി ഇമാമിൻ്റെ മദ്ഹബിലാന്ന് പറയുന്നതോ അത് നമ്മൾ ഫിഖിൻ്റെ കാര്യത്തിൽ ഒതു ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഒതു മുറി എപ്പോഴാണ്, കുളിക്കേണ്ടത് എങ്ങനെയാണ്, നനക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന ചെറിയ ചെറിയ കാര്യത്തിലേ നമ്മൾ ഇമാം അബു ഹനീഫയെയും ഇമാം ഷാഫിയെയും ഇമാം മാലിക്കിനെയും അനുസരിക്കുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗ്ഗനരകത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അഖീദയുടെ വിഷയത്തിൽ അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് പിന്നെ ആരാ? അത് അബുൽ ഹസൻ അൽ അശ്അരിൻ്റെ വിശ്വാസമാണ്. അതേതാ? അത് നമുക്കാർക്കും മനസ്സിലാവില്ല, അത് അവർക്കേ മനസ്സിലാവുള്ളൂ. കാരണം തർക്കശാസ്ത്രത്തിൻ്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട കുറേ സിദ്ധാന്തങ്ങളുണ്ട്. അതിലൂടെയാണത് പഠിപ്പിക്കുകയും പിന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിലേക്കൊക്കെ പ്രവേശിച്ചാൽ വലിയ തമാശകളും അത്ഭുതങ്ങളുമാണ്. ഏതായിരുന്നാലും അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ മഹാരഥന്മാരായ ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് എന്നാണ്. അത് ആ ഇമാം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് അവർക്ക് മാത്രം അവരൊക്കെ വിശ്വസിച്ചു വരുന്ന എന്ന അർത്ഥത്തിൽ. അതല്ലെങ്കിൽ എല്ലാവരുടെയും അഖീദ ഒന്ന് തന്നെയാണ്. അവർക്കിടയിൽ പിന്നെ പറയപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അഖീദയുടെ വിഷയത്തിലുണ്ടായിരുന്നില്ല. ആരൊക്കെയാണ് ആ പണ്ഡിതന്മാർ? ഒന്ന് അബു ഹനീഫ, രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അബു യൂസുഫ് യാക്കൂബ് ബിൻ ഇബ്രാഹിം അൽ അൻസാരി. അതാണ് അബു മുഹമ്മദ് എന്ന് പറയുന്ന ഇമാം അബു ഹനീഫയുടെ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒന്ന് അബു യൂസുഫ്, രണ്ടാമത്തേത് മുഹമ്മദ് ബിനു അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി, മറ്റൊരു ശിഷ്യനാണ്. ഇമാം അബു ഹനീഫയുടെ വിജ്ഞാനം ലോകത്തിന് പകർന്നു കൊടുത്ത 2 ആൾക്കാരാണ്. ഈ 2 പണ്ഡിതന്മാരും ഇമാം അബു ഹനീഫയുടെ 3-2 അഭിപ്രായത്തിനും എതിരായിരുന്നു. അതോടൊപ്പം അവർ അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ ഇൽമു ലോകത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ. അവർക്കിടയിൽ പക്ഷപാതിത്വമോ പിന്നെ വാശിയോ പിടിവാശിയോ ഉണ്ടായിരുന്നില്ല. ഇൽമു പകർന്നു കൊടുക്കുക, അതോടൊപ്പം ഉസ്താദിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബു ഹനീഫ നുഅ്മാൻ ബിൻ സാബിത്ത് അൽ കൂഫി, അബു യൂസുഫ് യാക്കൂബ് ബിൻ ഇബ്രാഹിം അൽ അൻസാരി, അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. വമാ യഅ്തഖിദൂന മിൻ ഉസൂലിദ്ദീനി, ദീനിൻ്റെ അടിത്തറയായി അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. വയദീനൂന ബിഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ റബ്ബിനെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നഖൂലു ഫീ തൗഹീദില്ലാ മുഅ്തഖിദീന ബി തൗഫീഖില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ അള്ളാഹുവിൻ്റെ തൗഹീദിനെ സംബന്ധിച്ച് പറയുന്നത് ആരംഭിക്കുകയാണ് അഖീദ പറയാൻ. ഇപ്പോൾ തൗഹീദ് എന്ന് കേട്ടാൽ അത് നമ്മളതല്ല, അത് വേറെ ഏതോ ആൾക്കാരതാണ്,
എന്നാണ് പല മുസ്ലിങ്ങളും വിശ്വസിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എന്താണ് എന്നിവിടെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു വലാ ശൈഅ മിസ്ലഹു വലാ ശൈഅ യുജിസുഹു വലാ ഇലാഹ ഗൈറുഹു. ഇതാണ് അഖീദ. തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ വചനം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത്, നിങ്ങൾ പോകുന്നത് അഹ്ലി കിതാബുകാർ ജീവിക്കുന്ന യമനിലേക്കാണ്. അവിടെ എത്തിയാൽ അവരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുക. വേറെ ചില റിപ്പോർട്ടുകളിലുള്ളത് അവരെ നിങ്ങൾ തൗഹീദിലേക്ക് അലാ അൻ യുവഹിദുല്ലാഹ് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വന്ന വാക്കാണ്. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള വിശ്വാസം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുത്ത് തൗഹീദ് എന്താണെന്നുള്ളത് ഈ വാചകം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഇന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു, അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരനില്ല. വലാ ശൈഅ മിസ്ലഹു, അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല. അള്ളാഹുവിനെ പോലെ വിശേഷണങ്ങളുള്ളവനോ അള്ളാഹുവിനെ പോലെ പേരുള്ളവനോ അള്ളാഹുവിനെ പോലെ കഴിവുള്ളവനോ ഇല്ല. വലാ ശൈഅ മിസ്ലഹു വലാ ശൈഅ യുജിസുഹു, അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന ഒരാളുമില്ല. അപ്പോൾ എല്ലാ കുദറത്തും കഴിവുള്ളവൻ, എല്ലാവർക്കും അന്നം നൽകുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാത്തിനെയും കീഴടക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ഇത് തൗഹീദുർ റുബൂബിയ്യയാണ്. ആദ്യം പറഞ്ഞതോ വലാ ശൈഅ മിസ്ലഹു, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതേപോലെ ആർക്കും ഇല്ല. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, അതിലുള്ള വിശ്വാസമാണ്. വലാ ഇലാഹ ഗൈറഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. അപ്പോൾ തൗഹീദിൻ്റെ 3 ഇനങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, 2 തൗഹീദുൽ ഉലൂഹിയ്യ, 3 തൗഹീദുൽ അസ്മാ വ സിഫാത്ത്. ഇങ്ങനെയാണ് അഖീദ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ പിൽക്കാലത്ത് പഠിക്കാൻ വേണ്ടി തൗഹീദിൻ്റെ വർഗീകരണം, വിഭജനം പറഞ്ഞിട്ടുള്ളത്. തൗഹീദ് ശരിയാവണമെങ്കിൽ അത് 3 രൂപത്തിൽ മനസ്സിലാക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചതാണ്. പക്ഷെ 3 എണ്ണം ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ നമ്പറുകളൊക്കെ നമ്മൾ ചേർത്തതാണ്. അതല്ലെങ്കിൽ ഖുർആനിൽ വന്നതാണ്, ഹദീസുകളിലും ആ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. തൗഹീദിനെ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് തൗഹീദിനെ തൃത്വം പോലെ വിഭജിച്ച് നശിപ്പിച്ചു എന്നൊക്കെ ആരോപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളതിനെ തൃത്വമാക്കിയിട്ടില്ല, വിഭജിച്ചിട്ടുമില്ല. മറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ തൗഹീദിനെ സംബന്ധിച്ച് പറയുന്നത്. അള്ളാഹു പറഞ്ഞത്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കണ്ടോ? അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന, അള്ളാഹുവാണ് 7 ആകാശലോകങ്ങളെയും ഭൂമിയെയും പടച്ചത്, ഭൂമിയിൽ നിന്ന് അതേപോലെ എണ്ണവും പടച്ചത്. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അവക്കിടയിൽ കാര്യങ്ങൾ അവതരിക്കുന്നു. ലിതഅലമു, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദ് പറയാണ്, ലിതഅലമു, നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ഇതാണ് തൗഹീദുൽ മഅരിഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് അത് ഏതിലൂടെയാണ് ലഭിക്കുക? അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലൂടെ. ഇത് ഇവിടെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഒന്നാമതായി തൗഹീദുൽ മഅരിഫത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ പ്രപഞ്ചത്തെയും അതേപോലെ തന്നെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് തൗഹീദ് അൽ അമലി. ആദ്യം പറഞ്ഞത് സൈദ്ധാന്തികപരമായ കാര്യമാണ്, വിശ്വാസപരമായി അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത് പറഞ്ഞത് വിശ്വാസത്തിനോടൊപ്പം പ്രാവർത്തികമായി അമലിയാത്തിൽ വരേണ്ടതാണ്. ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം. ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, കർമ്മപരമായ കാര്യങ്ങൾ വേണം. അള്ളാഹു അല്ലാത്തവരോടൊന്നും പ്രാർത്ഥിക്കാനോ അവർക്കൊന്നും ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം കൊടുക്കാനോ പാടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ രണ്ടായി വിഭജിച്ച പണ്ഡിതന്മാരുണ്ട്. സൈദ്ധാന്തികപരമായി അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെയും പിന്നെ അസ്മാഉൽ ഹുസ്നയെയും ഒന്നാക്കി പറയും. രണ്ടാമത്തെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് കൊടുക്കുക, അതിനെ മറ്റൊരു തൗഹീദ്, തൗഹീദുൽ ഉലൂഹിയത്ത്, അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ഇവിടെ ഇമാം അബൂ ജാഫർ പറഞ്ഞ രൂപത്തിൽ അത് 3 ആണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഏത് രൂപത്തിൽ പറഞ്ഞാലും ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. പക്ഷേ അശ്അരി മദ്ഹബുകാർ ഇത് അംഗീകരിക്കൂല. അവരടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അവർ വിശദീകരിച്ചിട്ടുണ്ട്, 2 ഇല്ലാത്ത 1, അതേപോലെ തന്നെ പ്രവൃത്തിയിൽ തുല്യനല്ലാത്ത ഒരാൾ. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുക എപ്പോഴാണ് തൗഹീദാകുക എന്ന് പറഞ്ഞത്? ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്രാദുല്ലാഹി, അള്ളാഹുവിനെ ഏകനാക്കുക. ഏതൊക്കെ വിഷയത്തിൽ? വാഹിദുല്ലാ കസീബ ലഹു, അള്ളാഹിനെ പോലെ വേറെ അല്ലല്ല എന്ന് വിശ്വസിക്കുക.
വാഹിദും ഫി സിഫാത്തിഹി ലാ ശബീഹ ലഹു, അള്ളാഹുവിൻ്റെ വിശേഷണം പോലെ പിന്നെ ഒരു വിശേഷണവും ഒരു മഖ്ലൂക്കിനില്ല എന്ന് വിശ്വസിക്കുക. വാഹിദും ഫി അഫ്ആലിഹി ലാ ശരീക ലഹു, അള്ളാഹുവിനെ പോലുള്ള പ്രവൃത്തി ആരും ചെയ്യൂല എന്ന് വിശ്വസിക്കുക. അതോടുകൂടി തൗഹീദായി. അപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല, ഇതിങ്ങനെ വിശ്വസിച്ചാൽ മതി. അള്ളാഹിൻ്റെ പ്രവൃത്തി പോലെ ആരും പ്രവൃത്തിയും ചെയ്യൂല. ഒന്ന്, അള്ളാഹുവിനെ പോലെ വേറൊരു ദാത്തില്ല, അള്ളാഹുവിനെ പോലെ അതേപോലെ വേറെ ഇലാഹില്ല. മജൂസികളൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വേറെ അള്ളാഹു ഉണ്ട് എന്നുള്ളത്. വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരങ്ങനെയാണ് പറയുന്നത്. അള്ളാഹുവിനെ പോലെയുള്ള ഒരു വിശേഷണം ഒരു സൃഷ്ടിക്കുമില്ല. ഇതോടുകൂടി തൗഹീദ് പൂർണ്ണമായി. യഥാർത്ഥത്തിൽ അമ്പിയാക്കൾ പഠിപ്പിച്ച തൗഹീദ് അതല്ല. അവർ പഠിപ്പിച്ച തൗഹീദ് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, ഞാൻ എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്ന കൽപ്പനയുമായിട്ടല്ലാതെ വജ്തനിബുത് താഗൂത്ത്, താഗൂത്തുകളെ വെടിയുകയും ചെയ്യണം എന്നത് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിയോഗിച്ച കാര്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിയോഗിച്ചതിൻ്റെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് മറന്നുകൊണ്ട് ശാസ്ത്രീയപരമായ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കലാണ് അശ്ശരി മദ്ഹബുകാർ ചെയ്യാറുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര രൂപത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. കാരണം തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് നിർബന്ധമായതിനാൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. തൗഹീദിനെ സംബന്ധിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമ്മൾക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിതുവരെ സംസാരിച്ചതിനെ അള്ളാഹു ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.